തങ്ങളുടെ ദൈവം ഹല്ലേലൂയ, അവൻ അത്ഭുത മന്ത്രി. ഹല്ലേലൂയ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ അങ്ങ് ആരാധിക്കുന്നു. Praise ye the Lord. Hallelujah, hallelujah. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങേ വാഴ്ത്തുന്ന കർത്താവ്, അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവേ, രക്തത്താൽ ജയമെടുക്കുന്നു. ആധുരികമന ഉടേരമന ധരകമന രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ, ആ റിക്വസ്റ്റ് ഫേവർ ആദ്യമേ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പ്രിയ ഹല്ലേലൂയ ബിപിൻ മുമ്പോട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. Praise ye the Lord. Hallelujah. ഓ രക്തത്താൽ ജയം. Praise ye the Lord. അങ്ങയെ സ്തുതിക്കുന്നപ്പാ, ഓ അങ്ങയെ ആരാധിക്കുന്നു. ഓ രക്തത്താൽ ജയമെടുക്കുന്നു. ഓ ഹല്ലേലൂയ. ഓ യേശുവേ അങ്ങയെ സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ ആഴ്ചകളിൽ മാസങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഞങ്ങൾ ചോദിക്കുന്നതിലും ജനിക്കുന്നതിലും അത്യുന്നതമായ കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ പകലിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെയൊന്നും കണക്കിന്റെ രക്തത്താലൊന്നുകൂടെ കഴിയും ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ വാക്കിലും നോട്ടത്തിലോ പ്രവർത്തനത്തിലോ ചിന്തയിലോ വികാര വിചാരങ്ങളിലോ വന്നു പോയ കുറവുകളെല്ലാം കർത്താവ് ക്ഷമിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, മനസ്സുനൊരുക്കത്തോടെ കർത്താവേ കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരംഭം മുതൽ അവസാനം വരെ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന് മറവ് ഞങ്ങൾ ഓരോരുത്തരുമായി തിരുവാന്തക്കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ആരാധനയെങ്കിൽ കർത്താവേ, അങ്ങയുടെ വലിയ ശക്തി കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും ചെറിയുവാൻ തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരുവാനുള്ളവരൊക്കെയും വേഗത്തിൽ കടന്നു വരുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരാധനയിൽ വളരെ ഏകാഗ്രതയോടുകൂടി കർത്താവേ, ഹല്ലേലൂയ, അങ്ങയെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, ഹല്ലേലൂയ, കർത്താവേ പറയുന്ന വചനങ്ങൾ കർത്താവേ, കേൾക്കുന്ന ഹല്ലേലൂയ സാക്ഷ്യങ്ങളൊക്കെയും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. 2-3 പേരെ ഇവിടെ നിന്ന് കൂടിയാലും കർത്താവേ, അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോൾ കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം കർത്താവേ ഒരു നടുവിലുണ്ടെന്നുള്ള ഞങ്ങളുടെ വാഗ്ദത്തം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഇന്ന് പകൽ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന് മറവ് ഞങ്ങളെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല കർത്താവേ. ഹല്ലേലൂയ. വലിയൊരു രൂപാന്തരം സംഭവിച്ചതായി മടങ്ങിപ്പോവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ സ്തുതിക്കുന്നു രാജാവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് മാത്രം കർത്താവ് സകല ഹല്ലേലൂയ പുകഴ്ചകൾക്ക് യോഗ്യനായിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. സകല നാമത്തിനു മേലായ നാമം അങ്ങയുടേതായിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ ഹല്ലേലൂയ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം. ആരെങ്കിലും ഭാരത്താലോ ക്ഷീണത്താലോ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ അപ്പാ പൂർണ്ണ സൗഖ്യവും വിടുതലും പ്രാപിച്ച് മടങ്ങി പോകാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഹോളിനെയും പരിസരത്തെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം കർത്താവിന്റെ വലിയ ഹല്ലേലൂയ പ്രൊട്ടക്ഷനിൽ കർത്താവേ. അപ്പാ ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഇവിടെ മൊത്തം കർത്താവ് നിറയുവാൻ തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ആത്മാക്കൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു കർത്താവേ. ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ നിന്നോട് കർത്താവ് സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ തക്കവണ്ണം നിന്റെ മകനെ കർത്താവ് ഹല്ലേലൂയ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവേ ഞങ്ങളെ മുറ്റിലുമായി സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയിൽ നിന്ന് പ്രാപിപ്പാൻ, അങ്ങയിൽ നിന്ന് കർത്താവെ കേൾപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ചെവികളെയും കർത്താവ് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല വിഷയങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ അല്പസമയം കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപയെ ഞങ്ങളെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. Hallelujah, hallelujah, hallelujah. Praise the Lord. Hallelujah. Thank you, Jesus. Thank you, Father, Lord. Hallelujah. My Lord, hallelujah. We surrender, my Lord, hallelujah. Today's worship in your hand, Father, Lord, hallelujah. The meeting in your hand, Father, Lord. Bless everyone, Lord, hallelujah. The people who have come, my Lord. Fill them, my Lord, hallelujah, with your anointing, Lord, hallelujah. Fill them, my Lord, hallelujah.
to praise and worship, my Lord, in the Spirit, Lord, hallelujah. Father, my Lord, we surrender our brothers and sisters who are on the way, my Lord, hallelujah. Bless them, Father, to reach on time, Lord, Father. We surrender, my Lord, hallelujah, choir team, Lord, hallelujah. Anoint them, Lord. Fill them, my Lord, with your Holy Spirit, Lord. When they, my Lord, hallelujah, play keyboard, Lord. When they, my Lord, hallelujah, sing, my Lord, for you. Let the Holy Spirit, my Lord, presence be here, my Lord, hallelujah, Father. Let this place be overflood, my Lord, hallelujah, with the Holy Spirit, Lord, hallelujah. Let the Holy Spirit touch everyone, Lord, hallelujah, Father. My Lord, hallelujah, let we experience, my Lord, hallelujah. My Lord, hallelujah, that never we have experienced, my Lord, such kind of experience, Lord, hallelujah, Father. My Lord, hallelujah, bless this building, Lord, hallelujah. Bless this, my Lord, Uxbridge, Lord, the healing din, my Lord, hallelujah, Father. My Lord, when we pray, my Lord, hallelujah, let there be more power, my Lord, hallelujah, releasing from you, Lord, hallelujah, and touching the people, my Lord, who are, my Lord, in pain, my Lord, in vain, my Lord, hallelujah, Father. Bless them, my Lord, hallelujah, Father. My Lord, hallelujah, we surrender, Lord, at this meeting, Father, Lord, hallelujah. Bless this meeting, Lord, hallelujah, Father. Bless everyone. We surrender Pastor and Father. Bless him, Lord. Let the Holy Spirit speak through him, Lord, hallelujah, Father. Guide him and lead him, Lord, hallelujah, Father. We surrender each one of us, Lord. We surrender every chair, my Lord, which is empty, Lord, hallelujah. Fill that chairs, my Lord, hallelujah, with your right people, my Lord, hallelujah, Father. My Lord, hallelujah, bless this, my Lord, meeting, Father. Once again, we submit, Lord, hallelujah. All our prayers in a miraculous and in Nazareth name of Jesus Christ's name we pray together. ആമേൻ. ഹല്ലേലൂയ. ആരാധനയ്ക്കായി സമയം വരുന്നിരിക്കുകയാണ്. 9-ാം സങ്കീർത്തനം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം പറയുന്നു, യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കിൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. പീഡിതന് ഒരു അഭയസ്ഥാനം. ക്രിസ്തു നിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ മറന്നു പോകരുത്. ഹല്ലേലൂയ, നിങ്ങൾക്കൊരു അഭയസ്ഥാനമുണ്ട്. ഓ, നിന്റെ നാമത്തെ അറിയുന്നവർ, ഹല്ലേലൂയ, നിങ്കിൽ ആശ്രയിക്കും. നമ്മൾ യേശുവിനെ അറിയുന്നവരാണെങ്കിൽ, യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പൂർണ്ണ സ്നാനം ഏറ്റിട്ടുണ്ടെങ്കിൽ, ദൈവകൃപയിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, യഹോവയെങ്കിൽ നമ്മുടെ ആശ്രയം വയ്ക്കും. അങ്ങനെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. കാര്യങ്ങളെ തട്ടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആത്മാവിലും സത്യത്തിലും ഐക്യതയിലും നമുക്ക് ദൈവത്തെ പാടി പുകഴ്ത്താം. ആരാധനയിൽ ഹല്ലേലൂയ ദൈവീയ പ്രവൃത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദൈവശക്തി ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നു? 2-3 പേർ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യയുണ്ട് നള്ളി ചെയ്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത്. രാജാതി രാജാവിനാണ് ആരാധിക്കുന്നത്. ആരാധിച്ചോ ആരാധിച്ചില്ല വിഷയമല്ല. നമ്മളെ രക്ഷിച്ച കർത്താവിനെ നമ്മൾ മതിമറന്ന് ആരാധിക്കാൻ പോവുകയാണ്, ആത്മാവിലും സത്യത്തിലും. May God bless you all. Hallelujah. Praise the Lord. Hallelujah. ആധുരി കമനി ഉദാരമന തരകമന റബലേ ഉടേരമന തരകമന. Praise the Lord. I'd just like to read a few verses, just one verse from the book of Hebrews chapter 7 verse 24, and it says, "But because Jesus lives forever, He has made a permanent priesthood." The first song is, "Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know that He holds the future, and my life is worth the living just because He lives. Because He lives, I know I have no fear. My fear is all gone," the songwriter says, "because He holds the future, and everything is worth it because He lives." He has made that permanent priesthood that we can rely on. That's why we are now known as the royal priesthood, a chosen generation, because He lives. Let's all sing this song, "Because He lives, I can face tomorrow." Because He lives, I can face tomorrow. Because He lives, and all fear is gone. Because I know, yes I know, He holds my future, and life is worth the living just because He lives. And because He lives, I can face tomorrow. And because He lives, and all fear is gone. Because I know, yes I know, He holds
സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ തന്റെ ദേഹമെന്ന തിരശീല ചിന്തിച്ചവമോ ശമാനം തുറന്നു തന്റെ ദേഹമെന്ന തിരശീല ചിന്തിച്ചവമോ ശമാനം തുറന്നു എല്ലാമേ സ്തുതിക്കാമി വരനെ താതാ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമേ നന്ദിയോടെ പാടി നന്ദിയോടെ പാടി അവലോകത്താൽ വലഞ്ഞു ചെല്ലുമാശയില്ല വലഞ്ഞു അവലോകത്താൽ വലഞ്ഞു ചെല്ലുമാശയില്ല വലഞ്ഞു പരപ്പേരുന്നു തിരുമേ നീയാതിന്റെ വ്യാധിയെല്ലാം ഭവിച്ചു പരപ്പേരുന്നു തിരുമേ നീയാതിന്റെ വ്യാധിയെല്ലാം ഭവിച്ചു നന്ദിയോടെ പാടി നന്ദിയോടെ പാടി ശോധനകൾ വരുമ്പോ പല ശോധനകൾ വരുമ്പോ തിരുവിടുമ്പോ എന്നെ കാത്തു സൂക്ഷിച്ചല്ലോ എന്നെ കാത്തു സൂക്ഷിച്ചല്ലോ സ്തുതിക്കാമേ
ആത്മാവിനാൽ
എനിക്കുന്ന നാമം. ഹല്ലേലൂയ വിവാ എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴകാലും മടങ്ങിടും തീരും നല്ല ബന്ധമുള്ള നാമം. എല്ലാ മുഴകാലും മടങ്ങിടും തീരും നല്ല ബന്ധമുള്ള നാമം. യേശുനാമം അതിശയനാമം എനിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം എനിക്കുന്ന നാമം. നീതിയോടെ രാജ്യം വാരമേൽപ്പാൻ ഭൂമിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യം വാരമേൽപ്പാൻ ഭൂമിൽ വേഗം വരുന്ന നാമം. താഴ്വഴികളും തന്റെ സിദ്ധരുമായി ആസനത്തിൽ വാഴും നാമം. താഴ്വഴികളും തന്റെ സിദ്ധരുമായി ആസനത്തിൽ വാഴും നാമം. യേശുനാമം അതിശയനാമം എനിക്കുന്ന 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 നീ
യഹോവയും പെന്തക്കോസ്തുനാളിൽ കുമ്മാരം പെയ്യിച്ച പരമപിതാവേ നിർമ്മല നൽകാം. പെന്തക്കോസ്തുനാളിൽ കുമ്മാരം പെയ്യിച്ച പരമപിതാവേ നിർമ്മല നൽകാം. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലെ സൈന്യത്താലെയല്ല
പറയുകയാണ്, സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല. എന്റെ ഭാഷ പറഞ്ഞു, നമ്മുടെ ബുദ്ധിയാലല്ല, നമ്മുടെ പണത്തിലല്ല, നമ്മുടെ ജോലിയിലല്ല, നമ്മുടെ കുടുംബ മഹിമകളിലല്ല, അങ്ങയുടെ ആത്മാവിനാൽ തന്നെ. ഹല്ലേലൂയ. 50-ാം ദിവസം ഹല്ലേലൂയ മർക്കോസിന്റെ മാളികയെ മുറിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് പിളർന്ന നാ പോലെ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മ ശക്തി ഇന്നും നമ്മുടെ മധ്യത്തിൽ ഉലാവുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആധുനികമന ഗുണാരമന ദൈവം അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്ത ഭാഷകളിൽ, വ്യത്യസ്ത ഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് ഈ പൽക്കാലം നമ്മുടെ മധ്യത്തിൽ ആഗ്രഹിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. ആധുനികമനുടെ രക്തത്താൽ ചെവെടുക്കുന്നു പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സഭയോട് ചേർന്ന് വായിക്കുന്നു. ഒറ്റ പ്രസംഗത്തിൽ ഹല്ലേലൂയ അതേ ശക്തി ഇന്ന് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. such a beautiful blessed worship. നിർത്താൻ തോന്നി. ഹല്ലേലൂയ. സമയം നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. ആദ്യത്തെ പടി പറഞ്ഞ പോലെ എന്നുള്ളമേ സ്തുതിക്കുക, എന്റെ അന്തരംഗവുമേ യഹോവയെ സ്തുതിക്കുക. സ്തുതി ഉയരേണ്ടത് അകത്തുനിന്നാണ്. ഹല്ലേലൂയ. പരപ്രേരണയല്ല. ഹല്ലേലൂയ. കൂട്ടുകാരനെ ആരാധിക്കുന്നുണ്ടല്ല, എന്നെ രക്ഷിച്ച, എന്നെ സഹായിച്ച, എന്നെ വഴിനടത്തിയ ദൈവത്തെ ഞാൻ ആരാധിക്കും, ഞാൻ സ്തുതിക്കും, ഞാൻ മഹത്വപ്പെടുത്തും. 150-ാം സംഗീതം പറയുന്നു, അവന്റെ മഹിമയുടെ ആധിക്യത്തിന് അവനെ സ്തുതിപ്പീൻ, അവൻ വലിപ്പമുള്ള ദൈവമാണല്ലോ. ആധുനികമനുടെ രക്തത്താൽ ക്ഷേമെടുക്കുന്നു, രക്തത്താൽ ക്ഷേമെടുക്കുന്നു. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇന്ന് നമ്മളോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. Will you ready? Will you ready to talk to Holy Spirit? പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംസാരിക്കുവാൻ റെഡിയാണോ? നിങ്ങളുടെ ഹൃദയം ഒന്നുകൂടെ തുറന്നു കൊടുത്താട്ടെ. No partial opening, the complete opening your heart for the Holy Spirit. Hallelujah. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ആയി തുറന്നു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഇടയിലേക്ക്, ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന നിങ്ങളെ വഴി നടത്തുന്ന the great hallelujah ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, അന്യഭാഷ കൊണ്ട് ഒതുക്കുന്ന നല്ല പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന, പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവ്. ആധുനികമനുടെ രമന നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത, മുട്ടോളം അരയോളം ഒന്നുമല്ല, ഒരിക്കലും നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ ആത്മനദിയിലേക്ക് നമ്മൾ ഇറങ്ങണം. ഹല്ലേലൂയ. Oh, hallelujah. Such a wonderful worship. Thank you, the worship team. That God bless you. Use them. Oh, hallelujah. Mighty way. Hallelujah. അനേക സ്റ്റേജുകളിൽ ദൈവം ഉപയോഗിക്കട്ടെ. God bless. Hallelujah. While we stand in the presence of God, our requests will come forward. Lead us in Psalms reading. Hallelujah. Oh, രക്തത്താൽ ചെയ്തു. Praise you the Lord. Hallelujah. Praise the Lord. നമുക്ക് വാക്യപ്രദമാക്കി ഒന്നിച്ച് നമുക്ക് 3 വാക്യങ്ങളാണ്, അതൊന്നിച്ച് നമുക്ക് ഒരുമിച്ച് വായിക്കാമല്ലോ. സങ്കീർത്തനം 133. എല്ലാവരും അടുത്തൊന്ന് വിശ്വസിക്കുന്നു, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന് വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെ അല്ലയോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹല്ലേലൂയ ബൈബിൾ താഴെ വെച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളെ എത്രത്തോളം നടത്തി. ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കുമായത് സകലതും തന്ന് പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്കുള്ളതൊക്കെയും ഹല്ലേലൂയ അങ്ങ് പരിപാലിച്ച് ഞങ്ങൾ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ മഹാദേഹിക്കായി വിശ്വസിക്കായി സ്തോത്രം. ഹല്ലേലൂയ. അനേകർ ഹല്ലേലൂയ കർത്താവെ പെട്ടുപോയപ്പോൾ അവരുടെ നടുവിലെ ഹല്ലേലൂയ
ഹല്ലേലൂയ. ഞങ്ങൾ ജയോത്സവമായി നടത്തിയ അങ്ങയുടെ വഴികൾക്കായിട്ട് അങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന അങ്ങയുടെ അത്ഭുത ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് അസാധ്യമായത് ചിലത് ഹല്ലേലൂയ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്നതോർത്ത് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ബലഹീനതയിൽ ഹല്ലേലൂയ അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചു. ഹല്ലേലൂയ. വഴി നടത്തിയ വലിയ ദയക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് സർവശക്തനാണ്, അങ്ങ് നീതിമാനാണ്, അങ്ങ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യില്ല കർത്താവേ, ഒന്നും ചെയ്യുവാൻ കഴിയില്ല കർത്താവേ. വാസ്തവമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. വാസ്തവമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാം മാറ്റുമാറാകണമേ. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ പാറമേൽ നിർത്തുമാറാകണമേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് സർവശക്തനാകയാൽ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ബലത്തോടെ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. ആരാധന അർപ്പിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിപ്പാൻ അടിയിലെ ബലപ്പെടുത്തണം. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കണം. വലിയ ഇടപെടലുണ്ടാകണം. ആത്മാവിൻ്റെ സാന്നിധ്യം രുചിച്ചറിയണം. ആത്മാവ് സംസാരിക്കണം. ബലഹീനതായ അടിയനെ തിരുത്തനത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മളെ കഴിഞ്ഞൊരാഴ്ചക്കാലം നടത്തി. ദൈവത്തിൻ്റെ കരുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു ചെറിയ ചെറിയൊരു സാക്ഷ്യം പറയുക. കഴിഞ്ഞ UK വന്ന ശേഷം ഞാൻ ഇലക്ട്രിക്കൽ കോഴ്സ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു വാക്യം എന്നെ ഇടപെട്ടു. അത് ഞാൻ എഴുതി ആദ്യം താമസിച്ച ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചു. അത് നോക്കി ഇടയ്ക്ക് വായിച്ചിട്ട് കരയും. അങ്ങനെ ഇടപെട്ട് ബൈബിളിൽ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യും. മാലിനെയും കുഞ്ഞുമൊക്കെ മാലിന് ജോലിക്ക് പോകും. സ്കൂളിൽ പോയിട്ട് വരുമ്പം ഞാനിത് നോക്കിയിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുള്ള സാഹചര്യം ഒരു സഹോദരൻ ഹൈന്ദവമാർക്കപ്പെട്ട ഒരു സഹോദരൻ രാജേഷ് എന്ന് പറയുന്ന സഹോദരൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. നമുക്ക് കോഴ്സിന് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹം അതിനെയും കൂട്ടിക്കൊണ്ട് കോഴ്സിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പഠിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ PDF ആയിട്ട് ലഭിക്കാനിടയായി. ഞാൻ ഈ UK ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ ആകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇനി എനിക്ക് വർക്കൊക്കെ ചെയ്യാം. ഞാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം പ്രൈസ് ലോർഡ്. ഞാൻ ആഗ്രഹിക്കുന്നത് UK ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് അനുബന്ധ കോഴ്സുകൾ ബാലൻസ് ഉണ്ട്. അത് ചെയ്യുവാൻ ടെസ്റ്റിങ്, അതുപോലെ ECS കാർഡ്, ഗോൾഡ് കാർഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ബാക്കി എടുക്കണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ജോലിക്ക് കടന്നു പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നു. നാട്ടിൽ കടന്നതിന് ശേഷം ഈ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഞാൻ ഇത്ര ആയത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയ്ക്ക് നന്ദി എന്ന് പറയുന്നു. നമുക്ക് 1-2 വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒരു സഹോദരിക്ക് വായിക്കാമല്ലോ. ആമേൻ. സ്തോത്രം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തൊരുമിച്ച് വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആരോഹണ ഗീതം, അതായത് മലയിലേക്ക്, അതായത് യെരൂശലേമിലേക്ക് അവർ കയറി പോകുമ്പോൾ, ആരാധനയ്ക്കായിട്ട് കയറി പോകുമ്പോൾ പാടിയ പാട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. അവർ വളരെ സന്തോഷത്തോടെ സഹോദരന്മാരൊക്കെ ഒരുമിച്ച് ആമേൻ സന്തോഷത്തോടെ കയറി പോകുമ്പോൾ പാടിയ എത്ര സന്തോഷത്തോടെ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഹൃദയം പോലെ. കഴിഞ്ഞ ആഴ്ച എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ്. ഞാൻ ഈ സങ്കീർത്തനവുമായി വാക്യവുമൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് ദൈവദാസൻ വിളിച്ചിട്ട് ഈ വാക്യം തന്നെ എന്നോട് പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഞാനിത് ഉറപ്പിച്ചു. ഈ സങ്കീർത്തനം തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. ആമേൻ. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ഒത്തൊരുമിച്ച് വസിക്കേണ്ടത്. അത് ഭയങ്കര സന്തോഷമാണ് ദൈവത്തിന്. നമ്മൾ ഒത്തൊരുമിച്ച്, നമ്മൾ ഒരു ഹൃദയം പോലെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു.
അപ്പോസ്തലപ്രവൃത്തി 4:32 നമുക്കൊന്ന് വായിക്കാമല്ലോ. വിശ്വസിച്ചവരുടെ കൂട്ടം. കഴിഞ്ഞ ആഴ്ച എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ്, ഞാനിവിടെ എഴുന്നേറ്റ് എന്ന് പറയുകയും ചെയ്തു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം. ആമേൻ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അവര് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നമ്മളെ ഏക ഹൃദയവും ഏക സ്തോത്രം നമ്മൾ പറഞ്ഞേ ഏക മനസ്സും നമ്മുടെ ഇടയിൽ ഒരു മനസ്സും ഏക ഹൃദയവുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു, ഒരു മനസ്സും ഒരു ഹൃദയവും. ആമേൻ. പലയിടത്തും അങ്ങനെയല്ല. ഞാൻ ഇവിടെ UK വന്നു ആദ്യമായിട്ടൊരു ചർച്ചിൽ കടന്നു പോയി. അവിടെ ആ ചർച്ചിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട് ഞാൻ ആ ദേവദാസനോട് സംസാരിക്കാനിടയായി. ദേവദാസൻ ഇവിടെ പല ഇതുപോലെ പല ഗ്യാങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ദേവദാസന് അതിനോട് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. സുനിൽ ആരാധിച്ചിട്ട് സുനിലിൻ്റെ കാര്യം നോക്കിയിട്ട് പോകണം. ഇവിടെ അങ്ങനെയാണ്, ഇങ്ങനെയാണ് ഇവിടുത്തെ ജോലി തിരക്ക് കൊണ്ട് ഓരോ ടീമാണ്. അങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹം ആ രീതിയിൽ എന്നോട് സംസാരിക്കാനിടയായി. ഈ അപ്പോസ്തലപ്രവൃത്തി 2 ആ മാളിക മുറിയിൽ 2 ആദ്യം വായിക്കുമ്പോൾ മാളിക മുറിയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവരുടെ ഹൃദയം ഏക ഹൃദയമായിരുന്നു. ദൈവ സാന്നിധ്യം എവിടെ ഇറങ്ങണമോ അവിടെയൊക്കെയും ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങും. ദൈവത്തിന് ഈ സഭയോട് ഇവിടെ ചിലത് സംഭവിപ്പാൻ, ദൈവപ്രവൃത്തി നടത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നോട് ദൈവം ഇടപെട്ട് പ്രകാരം ദൈവം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായി ദൈവസന്നിധിയിലായി ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർ 13:1 ദൈവം ആമേൻ അവിടെ വായിക്കുകയാണ് സ്നേഹത്തെ പറ്റി. നമുക്കൊന്ന് വായിക്കാം. ആമേൻ. ആമേൻ. 5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിലോ ഒന്നില്ലെങ്കിൽ സ്നേഹമെന്ന് പറഞ്ഞു 5 - 1 = 0 എന്ന ഇക്വേഷനാണ് അവിടെ ഞങ്ങൾ ബൈബിൾ കോളേജ് ഞങ്ങളെ പഠിപ്പിച്ച ഇക്വേഷനാണ്. 5 - 1 = 0. നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാകണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കണം, എന്തുകൊണ്ട് വിശേഷം, സന്തോഷമാണോ, പ്രാർത്ഥിക്കാം, ആമേൻ, ബലപ്പെടുത്താം, ഒന്ന് ചെന്ന് കാണണം, ഹല്ലേലൂയ, ചെന്ന് കണ്ട് അവർക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്നത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെയാണ്, പരസ്പര കൂട്ടായ്മ. എഫേസ്യർ 4:3 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആമേൻ. ഫിലിപ്പിയർ 4:1 ഏക ചിന്തയോടെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാം. എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, ആമേൻ, എന്റെ സന്തോഷവും കിരീടമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവിൻ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കുവാൻ. ഏക ചിന്തയോടെ നമ്മൾ ഒരു ചിന്തയായിരിക്കണം. ഇവിടെ വന്നിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ചിന്തയോടെ, ആമേൻ, സ്നേഹത്തോടെ ഒരു ചിന്തയോടെ ദൈവത്തെ ആരാധിപ്പാനായി ദൈവം സഹായിക്കണം. മത്തായി 18:19 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. മത്തായി 18:19. ആമേൻ. ആമേൻ. ഐക്യമധ്യപ്പെടണം. ദൈവസഭയിൽ ദൈവമക്കൾ ഐക്യമധ്യപ്പെട്ട് ആമേൻ ഒരു വിഷയത്തിന് വേണ്ടി ഐക്യമധ്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നെഹമ്യാവ് മതിൽ പണിയോട് സംബന്ധിച്ച്, അതായത് അദ്ദേഹം യെരൂശലേമിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാനായി അദ്ദേഹം കടന്നു വന്നു. 2:17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ, വായിക്കുക. ആരെങ്കിലും ഒരാൾ വായിക്കുക. 2:17-18. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്ന നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനി നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ. 14-19 വായിക്കാം. ഹല്ലേലൂയ. ഈ മതിലിന് പൊക്കം കുറഞ്ഞ ഭാഗമുണ്ട്. മതിലിന് ഇടിഞ്ഞു കിടക്കുന്ന, ആമേൻ, ആൾക്കാർക്ക് കയറി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന, പെട്ടെന്ന് മതിലിന് ഇടിഞ്ഞു കിടക്കുന്ന മതിലിന് പൊക്കം കുറഞ്ഞ ഭാഗമുണ്ട്. അവിടെ കാവൽ നിർത്തുന്നു. ഞാൻ എൻ്റെ ഈ സഭയോട്, ദൈവത്തിൻ്റെ ഈ സഭയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇടയിൽ വിശ്വാസപരമായും
പല കാര്യങ്ങളിലും പൊക്കം കുറഞ്ഞ വ്യക്തികളുണ്ടാകും. അത് മാനസികമായിട്ട് പക്വതയില്ലാതെ വചനപരമായി വചനത്തിൻ്റെ കാര്യത്തിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുണ്ട്, പലരുമുണ്ട്. ഇപ്പം സാമ്പത്തികമായി പൊക്കം കുറഞ്ഞുണ്ട്, ഭാഷപരമായി പൊക്കം കുറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ അവർക്ക് കാവലായിട്ട് അവിടെ കൂടുതൽ കാവൽ ഏർപ്പെടുത്തണം. ഹല്ലേലൂയ. ഇതാണ് ദൈവം ഈ നെഹമ്യാവിന് പൊക്കം കുറഞ്ഞ ഭാഗത്ത് കൂടുതൽ കാവൽ കൊടുക്കണം. സഭ ഒരു മതിലാണ്. ഈ മതിലിൽ പിശാച് കടക്കാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ പൊക്കം കുറഞ്ഞ ഭാഗത്ത് കൂടുതൽ കാവൽ ഏർപ്പെടുത്തണം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ അബുദാബിയിലെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളവിടെ ആ ഒരു ചർച്ചിൽ ആദ്യമായി ഞങ്ങളൊരു ചർച്ചിൽ പോയി. ആദ്യമേ 7 പേരെ ഉള്ളായിരുന്നു. ഞങ്ങൾ ആ സഭയിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾ 4 പേര്, 13ാം ക്യാമ്പിൽ നിന്ന് ഒരാൾ, 13ാം ക്യാമ്പിൽ നിന്ന് അനീഷ് വരും, 10ാം ക്യാമ്പിൽ നിന്ന് ഷാമൂല് വരും, വേറൊരു ക്യാമ്പിൽ നിന്ന് എബി വരും, ഞാൻ 7ാം ക്യാമ്പിൽ നിന്ന് കടന്നു ചെല്ലും. ഞങ്ങൾ ഒരു സിഗ്നലിൻ്റെ അടുത്ത് വന്നിട്ടാണ് ടാക്സി പിടിക്കുന്നത്. ഒരു സഹോദരന്മാർക്ക് അവിടെ പലർക്കും ആ പൊക്കം കുറവുണ്ട്, എന്നാൽ നല്ല പ്രാഗൽഭ്യമുള്ള സഹോദരനുമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടാക്സി കയറിയാണ് പോകുന്നത്. സാധാരണ സാലറിയുടെ കിട്ടി ലാസ്റ്റ് മന്ത് കിട്ടാറാകുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ടാക്സിക്ക് പോകും, ഇങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുവിടും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഞങ്ങൾ വളരെ കുറച്ച് ശമ്പളത്തിലാണ് അന്ന് അവിടെ ജോലി ചെയ്തത്. ഈ സഹോദരന്മാർ കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് 6:30 വന്ന് ദറംസ് ഇല്ല, ഒരു 10 ദറംസ് മതി അവിടെ എത്താൻ. പലരും എൻ്റെ കയ്യിലില്ല, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു നിന്നപ്പോൾ ഒരു സഹോദരൻ ബൈബിൾ തുറന്നു ഇങ്ങനെ നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് കീറിയ ഒരു 10 ദറംസിൻ്റെ നോട്ടുണ്ട്. ബൈബിളിൽ നിന്ന് ഒരു സ്റ്റിക്കർ എവിടെയോ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ ഇളക്കിയെടുത്ത് അതിലൊട്ടിച്ച് അന്ന് പട്ടാണിക്ക് കൊടുത്താണ് ഞങ്ങൾ അന്ന് ആരാധനയ്ക്ക് പോയത്. അത് ഞങ്ങൾ വളരെ പറഞ്ഞു. അവിടെ നമുക്ക് എങ്ങനെയെങ്കിലും ആരാധനയ്ക്ക് കടന്നു പോകണം, ദൈവത്തെ ആരാധിക്കണം. അവിടെ ഒരു നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, എൻ്റെ കയ്യിലില്ല, എന്നാൽ നീ പോകണ്ട, അങ്ങനല്ല. ഇവിടെ ഒരു കൂട്ടായ്മയാണ്. ഈ സഹോദരന്മാർ എനിക്കൊരു ദിവസം ആരാധനയ്ക്ക് പ്രാർത്ഥിക്കണം. ഞാനൊരു ദിവസം ഇവിടെ പറഞ്ഞു ആരാധനയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല. സഭാരാധനയ്ക്ക് സങ്കീർത്തനത്തിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്, വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. പലരും പ്രാർത്ഥിക്കും, ഭയങ്കര അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കും. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം സഹോദരന്മാർ. നീ പ്രാർത്ഥിക്കില്ല, ഞങ്ങളുണ്ട് പിന്നിലെന്ന് പറഞ്ഞു. അവരെല്ലാം ഹല്ലേലൂയ പറയാന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, പരിശുദ്ധനായ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബാക്കിയൊന്നും ആരും കേട്ടില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അവരെന്നെ ആ പ്രാർത്ഥനയെ ഹല്ലേലൂയ കൊണ്ട് അവർ മൂടി. ഇതാണ് സഹോദരന്മാരെ ഒരുമ, ഏക മനസ്സ്, ഏക ഹൃദയം. ഇതുപോലെ ഈ സഭയോട് ദൈവം ആഗ്രഹിക്കുന്നു ഒരു മനപ്പെട്ട് ഏക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന് ഈ സഭയോട് ചെയ്യുവാൻ ചിലതുണ്ട് എന്ന് ദൈവാത്മാവിൽ ഞാൻ പറയുന്നു. ദൈവത്തിന് ചിലത് ചെയ്തെടുപ്പാൻ ഈ സഭയെ ആഗ്രഹിക്കുന്നു. വചനത്താൽ മാത്രമല്ല, ചില വീര്യ പ്രവൃത്തികൾ ദൈവം ഈ സഭയിൽ ചെയ്യുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അതിന് പൊക്കം കുറഞ്ഞ മേഖലകളിൽ കാവലുകൾ ഏർപ്പെടുത്തി, സ്നേഹത്തിന്റെ കാവലുകൾ ഏർപ്പെടുത്തി അവിടെ നിങ്ങൾ കാക്കുന്നെങ്കിൽ ആ പൊക്കം കുറഞ്ഞ മേഖലകളെ പണിതെടുപ്പാൻ ദൈവം സഹായിക്കും. ഈ നാളുകളിൽ സഭ വലിയതായി വളരുവാൻ തക്കവണ്ണം ചിലർ കടന്നു വന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമനപ്പെട്ട ഏകഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കുമാറാകണമേ. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. ആമേൻ. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. കർത്താവേ, നീ സഭയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരും ഏകഹൃദയത്തോടെ ഏക മനസ്സോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇടിവുകളെ നികത്തി ഹല്ലേലൂയ ഒരു ദൈവീയ ബദൽ തർക്കുവാൻ നെഹമ്യാവ് പണിഞ്ഞതുപോലെ അരകഥന വൈഷനന്തര ജഗൽഖാര വൈഷനന്തര വൽപാര ഒരു സ്നേഹത്തിന്റെ മതിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ശൈത്യേര മതിൽ ആരാധന ഗസ്യലഗജനക ശംഭാരവായിയുടെ നെതേര
ആമേൻ, ഹല്ലേലൂയ. ദൈവികമായ ചിലത് നടപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ഹല്ലേലൂയ ചിലത് എഴുന്നേൽപ്പാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. ആത്മീയ ശുശ്രൂഷകൾ ആമേൻ ബലപ്പെടുവാൻ സഹായിക്കുമാറാകണമേ. ദാസനെ തിരുക്കരങ്ങളിൽ പിന്നെ ബലത്തോടെ നിൽപ്പാൻ സഹായിക്കണം. പ്രഭു കൊണ്ട് പുതിയ മാനമോധങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Glory to God. Hallelujah. കേൾപ്പെട്ട അനുഗ്രഹമായ സങ്കീർത്തനത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ന്യൂ ഇയറിന് നിങ്ങൾ ഓർത്ത് കാണും അന്ന് കേട്ട ദൈവശബ്ദമാണിത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. സ്തോത്രം. അത് അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്നതായ വിശേഷ തൈലം പോലെ, ഹെർമോനി മഞ്ഞ് പോലെ. ഹല്ലേലൂയ. എത്ര മനോഹരമാണ് ഹെർമോനി മഞ്ഞ്. എപ്പോഴും വീഴാറില്ല മലമുകളിൽ, വീഴുമ്പോൾ അതിസൗന്ദര്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സഭ പണിയുന്നത് ഐക്യതയിലാണ്, സഭ പണിയുന്നത് ദൈവസ്നേഹത്തിലാണ്. ദർ ഇസ് നോ സെപ്പറേഷൻ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഒരാളൊരു വിഷയം പറയുമ്പോൾ നമ്മൾ അവരായി മാറുന്ന പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ ഐക്യത. പല മാതാപിതാക്കന്മാർ ജനിച്ചു വളർത്തപ്പെട്ടു, വ്യത്യസ്തമായ രീതിയിൽ ജനിച്ചു വളർത്തപ്പെട്ടു. വ്യത്യസ്തമായ സ്കൂളിൽ നമ്മൾ പഠിച്ചു, വ്യത്യസ്തമായ ആഹാരങ്ങൾ കഴിച്ചു വന്നു. ഒരു രാജ്യം നമ്മളെ ദൈവം കൊണ്ടുവന്നു. ഒരുമയോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിക്കുകയാണ്. ഒരു മേഖലകളിലും ശത്രുവിന് നമ്മൾ ഇടം കൊടുക്കാൻ പാടുള്ളതല്ല. ഒരു സൂചിയുടെ കിഴുത്ത മതി ശത്രുവിനെ കയറുവാൻ. ദാസൻ പറഞ്ഞതുപോലെ അതാണെങ്കിൽ അതിനെ നമ്മൾ അടച്ചിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നമ്മളെ ബലപ്പെടുത്തും. ഒരു മേഖലകളിലും ശത്രുവിന് കയറുവാൻ അവസരം നമ്മൾ കൊടുക്കുവാൻ പാടുള്ളതല്ല. അവൻ ഉപായിയാണ്, തന്ത്രം പറഞ്ഞു വരുന്നതാണ്, തന്ത്രം പ്രയോഗിച്ചാണ് നമ്മളെ വീഴ്ത്തുന്നത്. ശത്രു വീഴ്ത്തുന്നത് നമ്മുടെ വീക്ക് പോയിന്റ്സ് പിടിച്ചാണ്. നമ്മുടെ പ്ലസ് പോയിന്റിൽ വിഷയം തൊടാറില്ല. അവിടെ അവന് വിജയിക്കുവാൻ സാധിക്കുകയില്ല. യോബിൻ്റെ ചരിത്രം അറിയാമല്ലോ. ദൈവം അനുവദിച്ചു, അവൻ്റെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും യോബ് വിശ്വാസം മുറുകെ പിടിച്ചു. അവനെ തകർത്ത് കളയെ നോക്കി. ദൈവം പറഞ്ഞു, അവൻ്റെ പ്രാണനെ മാത്രം തുടർന്ന് ഡോണ്ട് ടച്ച്. ഹല്ലേലൂയ. നമ്മൾ സഭയിലായിരിക്കുമ്പോൾ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, പരസ്പരം സ്നേഹിക്കുന്നവരായി, പരസ്പരം ബഹുമാനിക്കുന്നവരായി. ഗലാത്യയിൽ പറയുന്നു, അന്യോന്യം ഭാരങ്ങളെ ഷെയർ യുവർ ബർഡൻ. ഹല്ലേലൂയ. ഒരാൾക്ക് മാനസികമായി ഞെരുങ്ങിയാണ് പോകുന്നെങ്കിൽ അത് മനസ്സിലാക്കി അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നതാണ് സഭയുടെ കർത്തവ്യം. ഒരാൾക്കൊരു ക്ഷീണമുണ്ടോ, അവിടെ എത്തുന്നതാണ് സഭയെന്ന് പറയുന്നത്. ഒരാൾ പ്രത്യേകമായ രീതിയിലൂടെ കടന്നു പോകുന്നു, സഭ അവിടെ കാണണം. സാമ്പത്തിക ഞെരുക്കമാണോ, സഭയുടെ കാണണം. ഏതോ ബന്ധങ്ങൾ അനുഭവിക്കുന്നോ, സഭയുടെ കാണണം. ദിസ് ഈസ് ചർച്ച് ഓൾ അബൌട്ട്. അതാണ് സഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദിസ് നത്തിങ് എൽസ്. പണം ഉണ്ടാക്കുന്നതല്ല സഭ എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ഉയർത്തുന്നതാണ് സഭ. മറ്റുള്ളവരെ ക്രിസ്തുവിനെ ആദായപ്പെടുത്തുന്നതാണ് സഭ. ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമില്ല. ദൈവവേലയ്ക്ക് പണം ആവശ്യം വേണം, അത് ദൈവം നടത്തിക്കോളും. വൺ വേ ഓർ അതർ വേ നമ്മൾ കർത്താവിനോട് സമർപ്പിക്കുവാണെങ്കിൽ ദൈവം കരുതിക്കോളും. ഡോണ്ട് വറി. ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതിയും ദൈവത്തിനുണ്ട്. കർത്താദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവായ ക്രിസ്തുയേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരുമിച്ച് കടന്നു വരുവാനും അവൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും അവൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം നമുക്ക് തന്ന നല്ല സമയത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. I welcome you all in the matchless name of Lord and Savior Jesus Christ. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങൾ ആരോഗ്യത്തോടായിരുന്നു. അനാരോഗ്യം വന്നുവെങ്കിലും ദൈവം നമ്മളെ സൂക്ഷിച്ചു. ദുഃഖം വന്നുവെങ്കിലും ദൈവം നമ്മളെ ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശം. നിങ്ങൾക്ക് പ്രകാശം വേണമെങ്കിൽ കണ്ണുകൾ ഉയർത്തണം. ദുഃഖമുണ്ടെന്ന് പറഞ്ഞ് കുനിഞ്ഞു നടക്കുന്നതല്ല ഒരു ദൈവ പൈതെന്ന് പറയുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ. മത്തായി 2:10 പറയുന്നു,
നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ദ റിജോയ്സ്, പ്രകാശം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഇരുട്ടിലും അന്ധതമസിലും കിടന്നവർ എന്തോ കണ്ടെന്നാ പറഞ്ഞേ? ഇരുട്ടത്തെ തപ്പി നടന്നാന്നോ പറഞ്ഞ്? വെളിച്ചം കണ്ടു. ആ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട്. ആ വെളിച്ചം പ്രാപിച്ചവർ വി ആർ ദ പ്രകാശ ഗോപുരങ്ങളായി തീരണം. വി ആർ ദ ലൈറ്റ് ഹൗസ്. മേ ഗോഡ് ബ്ലെസ് യു. ദ ചിൽഡ്രൻ കം ഫോർവേഡ്. ആമേൻ, സ്തോത്രം. 3 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചിൽഡ്രൻസ് നാട്ടിലായിരിക്കുന്ന ചിൽഡ്രൻസ് കം ഫോർവേഡ് ക്വിക്ക്. ഹല്ലേലൂയ. ജോവാൻ, യു വാണ്ട് ടു കം? ഹല്ലേലൂയ. Oh, Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak, but he is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. Jesus loves me, he who died. Heaven gates are open wide. He who washes away my sin, let his little child come in. Yes, Jesus loves me. Yes, Jesus Love me. Yes, Jesus calls me. The Bible tells me so. I look to the mountain, where will my help come from? My help will come from the Lord who made the heaven and earth. Psalms 121, verses 1 and 2. I tell you, I have not come to abolish the law or prophets, but I have not come to abolish them, but to fulfill them. I tell you the truth, until the heaven and earth disappears, not the smallest letter, not the least stroke of a pen will by any means disappear from the law. Matthew chapter 5, verse 17 and 18. Psalms 150 verses 2. Praise him according to his mighty act. Praise him for the excellence of his greatness. കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവരുടെ അവധി ദിവസങ്ങൾ വരികയാണ്. സിസ്മാലിനി കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ അവധി ദിവസങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യും. ഡ്യൂറിങ് ദ ഹോളിഡേ ഓൾ ദ ചിൽഡ്രൻ must read and by heart. I'm going to give you one Bible verse, all the children. Hallelujah. The Deuteronomy chapter 6, the verses the 4 to 8. Joshua, can you read that in English? Deuteronomy chapter 6, the verses the 4 to 8. Parents nodu kudiyanadu. Hallelujah. Hear, Israel, Jehovah our God is one Jehovah, and thou shalt love Jehovah thy God with all thy might and all thy soul, Yes. with all thy heart and with all thy soul and with all thy might. Amen. And these words which I command thee this day shall be upon thy heart, Yes. and thou shalt teach them diligently unto thy children, and shalt talk of them when thou sittest in thy house, and thou walkest by the way, and when thou liest down, and when thou risest up. And thou shalt bind them for a sign upon thy, and they shall be for frontlets between thine eyes. Amen. Hallelujah. എല്ലാ പേരൻസും കുഞ്ഞുങ്ങളെ ഇത് കാണാപ്പാഠം പഠിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എല്ലാവർക്കും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും മാലിസ്യസ് പ്രാർത്ഥിക്കുന്നുവെങ്കിലും എല്ലാം ഒരുമിച്ചാണ് കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹമായ കുഞ്ഞു തീരാൻ വേണ്ടി, അവിടെ യാത്രയിലെ ദൈവീയ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി. ലോകത്തിൻ്റെ ശബ്ദമല്ല, ദൈവീയ ശബ്ദം തന്നെ കേൾക്കണം. ദൈവീയ വചനം തന്നെ അവരോട് സംസാരിക്കണം. ദൈവീയ വചനത്താൽ അവർ നടത്തപ്പെടണം. ദൈവാത്മാവ് ലെറ്റ് ദം ലീഡ് ബൈ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ശ്രീമാലി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. ഓ രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഓ രക്തത്താൽ ചെയ്യും.
Praise ye the Lord. Glory to God. Amen. Yes, Lord. Hallelujah. Oh, Jesus. Amen. Hallelujah. Praise God. Hallelujah. Amen. Praise God. Hallelujah. Amen. Yes. Hallelujah. Amen. Hallelujah. Praise God. Hallelujah. Amen. Yes. Amen. Hallelujah. All the children, please be seated. Hallelujah. തുടർന്ന് കണ്ടിന്യൂ ആയി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സാക്ഷ്യത്തിനുള്ള സമയമാണ്. ദൈവം നടത്തിയ വിധങ്ങൾ, പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ, ഹല്ലേലൂയ അതിൻ്റെ പറയാനുള്ള സമയമാണ്. ചെറുനാൾ സൺഡേ സർവീസിന് സന്ദേശിച്ച് കടന്നു വന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരോഗ്യമായിട്ട് വീട് മാറുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സമയങ്ങളിൽ എൻ്റെ കസിൻ ബ്രദർ സജീവ് ഭയ്യനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അപേക്ഷിച്ചായിരുന്നു. സജീവ് ഭയ്യക്ക് സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു. ഇത്രയും ലേറ്റ് ആയിട്ടായിരുന്നു ഡിറ്റക്റ്റ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ വർഷം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ പോയി കണ്ടായിരുന്നു. ആ സമയത്ത് ഭയ്യയ്ക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഭയ്യയ്ക്ക് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒട്ടും വയ്യാതെ ഇരിക്കുകയാണ്. പയ്യൻ്റെ ബോഡിയിൽ പല സ്ഥലത്ത് അതങ്ങ് സ്പ്രെഡായി, കഴിക്കാനൊന്നും പറ്റാത്ത മൂക്കിൽ കൂടെയാണ് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയ്യയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഭയ്യയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ലെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇത്രയും സീരിയസ് ആയി ഞങ്ങൾ വിചാരിച്ചില്ല. ഞാൻ ഭയ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല ദൈവം ആയുസ് എത്ര കൊടുത്തിട്ടുണ്ട് എന്ന്. പക്ഷേ എനിക്കൊന്നറിയാം, ഭയ്യാൻ്റെ ആത്മാവ് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട ഭയ്യാണ്. പക്ഷേ കർത്താവ് എന്ത് പറയാനാ, പിന്മാറി പോയി അങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ ഈ സമയങ്ങളിൽ കർത്താവ് ആ കിടക്കയിൽ കിടക്കയിൽ കിടക്കുമ്പോൾ കർത്താവിനെ കണ്ടറിയുവാൻ, ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിക്കാൻ ഞങ്ങൾ പറയുന്നുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ, അത് മനസ്സ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഭയ്യയ്ക്ക് സൗഖ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എന്തോ ആയാലും ദൈവത്തിൻ്റെ വചനം കേട്ട് കൽപ്പന അനുസരിച്ച് ദൈവം ആ രക്ഷയെ സ്വീകരിക്കുവാനുള്ള കൃപ ദൈവം ഭയ്യയ്ക്ക് കൊടുക്കട്ടെ. ഭാവി ഭയങ്കര വിശ്വാസത്തിലായിരുന്നു, കാത്തലിക് വിശ്വാസത്തിലോട്ട് മാറിയതുകൊണ്ട് ആ വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങൾ ഭാവി പറയുന്നത് ഞാൻ ഈ ദൈവത്തിനെ വിളിക്കത്തില്ല, ഞാൻ വിളിച്ചിട്ടും ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന്. പക്ഷേ ഭാവി ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഭാവി ജീവനുള്ള ദൈവത്തിനെ വിളിച്ചിട്ട് വേറെ വഴിയിലോട്ട് പോയെന്നുള്ള ആ ഒരു മനസ്സിൽ ആ അറിവ് വരുന്നില്ല ഭാവിക്ക്. പക്ഷേ ഭാവി ഈ ദിവസങ്ങളിൽ കർത്താവിനുള്ളതുപോലെ അറിയണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബത്തിനൊരു വിടുതലിൻ്റെ ആവശ്യമാണ്. ഒരു മോനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ അവന് ഒരു 29 ഇയേഴ്സ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ അവൻ മനസ്സ് പൊട്ടി, അവന് കരയുന്നു. എൻ്റെ എനിക്ക് പപ്പായ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് കുടുംബം പോകുന്നു. നിങ്ങൾ ആ ഭയ്യയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവൻ്റെ രക്ഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത്രത്തോളം ദൈവം ഞങ്ങളെയും ഞങ്ങളെ കുടുംബമായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ബലമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ നടത്തുന്നത്. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ ഒരു നടത്തിപ്പ് ആവശ്യമാണ്. ബലം, ശാരീരികവും മാനസികവും എല്ലാം വിധ ആത്മീകമായ സ്ട്രെങ്ത്, എൻകറേജ്മെൻറ്റ് എല്ലാം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നു. ആർക്കും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയം
എടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ അങ്ങേ സ്തുതിക്കുന്നപ്പാ, അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതു നേരത്തെന്നറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതു നേരത്തെന്നറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതിഗുരുതമായി നോക്കി പാർക്കുന്ന, അനുനിമിഷവും അതിഗുരുതമായി നോക്കി പാർക്കുന്ന സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണുവെക്കും മൊഴി നേരത്തിൽ ചേരുമേ നിൻ പുരിയതിൽ, കണ്ണിവെക്കും മൊഴി നേരത്തിൽ ചേരുമേ നിൻ പുരിയതിൽ. ആമേൻ. സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, അങ്ങേ കാണുവാൻ, അങ്ങേ കാണുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സമയക്കാന്തയെ ചേർക്കുന്ന നേരത്തു എന്താനന്ദമേ, സമയക്കാന്തയെ ചേർക്കുന്ന നേരത്തു എന്താനന്ദമേ, എന്താനന്ദമേ. പ്രിയനെ മാറില്ല ഞാനും സമയത്തു പരമാനന്ദമേ, ആമേൻ. പ്രിയനെ മാറില്ല ഞാനും സമയത്തു പരമാനന്ദമേ, ആമേൻ. സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, അങ്ങേ കാണുവാൻ, അങ്ങേ കാണുവാൻ, എന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമല്ലോ. ആ മഹൽ സന്തോഷ ശോഭന നാളത്തിൽ ഞാനും കാണും, ആ മഹൽ സന്തോഷ ശോഭന നാളത്തിൽ ഞാനും കാണും. ആമേൻ. സിയോൻ മണാളനേ, ആമേൻ. ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ, ശാലേമിൻ പ്രിയനേ, അങ്ങേ കാണുവാൻ, അങ്ങേ കാണുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. Praise the Lord. Hallelujah. കർത്താവേ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട സാക്ഷ്യവചനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മൾ അറിയുന്ന വിഷയങ്ങളുണ്ട്, അറിയാത്ത വിഷയങ്ങൾ അനവധിയുണ്ട്.
ഹല്ലേലൂയ. ഹൃദയങ്ങളെ കാണുന്ന ദൈവം, മനോവ്യഥകളെ അറിയുന്ന ദൈവം, സങ്കടങ്ങളെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. കണ്ണുനീരിനെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. വിടുതലും സമാധാനവും ഓരോ കുടുംബങ്ങൾക്കും നൽകപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി അങ്ങേ നദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ കർത്താവെ, അനുഗ്രഹമായ ദൈവീയ സന്ദേശം കർത്താവ് കേൾക്കുവാൻ നാഥാ നീ സഹായിച്ചല്ലോ. അങ്ങയുടെ എല്ലാ വിശ്വസ്തയ്ക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ കുടുംബങ്ങളെ കർത്താവെ, അപ്പച്ചാ നീ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അവരെ യാത്രയിൽ കൂടെ ഇരുന്നല്ലോ കർത്താവെ. ഒരാഴ്ചക്കാലം കർത്താവെ അവരെ ജയോത്സവമായി നടത്തി. ഭാരങ്ങൾ കടന്നു വന്നു, ദുഃഖങ്ങൾ കടന്നു വന്നു, വേദനകൾ കടന്നു വന്നു കർത്താവേ. ഹല്ലേലൂയ. സൂക്ഷിച്ച് അങ്ങയുടെ എല്ലാ വിശ്വസ്തയ്ക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന അപ്പച്ച. ഓ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഓരോ കുടുംബങ്ങളെയും കർത്താവെ നാഥ നീ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഓരോ നാളും കർത്താവെ ദൈവീയ ശബ്ദം കേൾക്കുവാൻ ഓരോ കുടുംബങ്ങളെയും സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിടുതലും സമാധാനവും സന്തോഷവും ആശ്വാസവും കർത്താവെ കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടികൾ വായിച്ചതുപോലെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന പ്രകാരം നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും യഹോവ അവനെ വിടുവിക്കുന്ന വായിക്കുന്ന പ്രകാരം കർത്താവേ. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ അസംഖ്യമായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓടുവാൻ കർത്താവെ അടിങ്ങളെ സഹായിക്കണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സുനിയോർത്ത് പ്രാർത്ഥിക്കുന്നു, മല്ലിയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുത്ത വിജയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അനേക മിടുക്കന്മാർ പ്രഭുക്കന്മാർ കർത്താവെ ഈ രാജ്യത്ത് കടന്നുവെങ്കിൽ കർത്താവെ ദാസനോടുത്ത ബുദ്ധിക്കായി, ജ്ഞാനത്തിനായി, ദൈവകൃപയ്ക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. തന്നെ താനെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, ദൈവത്താൽ മാനിക്കപ്പെടും, ദൈവത്താൽ നടത്തപ്പെടും, ദൈവത്താൽ നയിക്കപ്പെടുന്ന കർത്താവെ ഒന്നുകൂടെ കേൾക്കുവാനും കാണുവാനും കർത്തൃയാക്കിയല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഒന്നുകൂടെ കർത്താവേ. ഹല്ലേലൂയ. അടികളെ വിശ്വാസം ഒന്നുകൂടെ കർത്താവ് വർദ്ധിക്കുവാൻ നാഥാ ഇടയാക്കിയല്ലോ കർത്താവ്. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് കർത്താവെ ഒന്നുകൂടെ അറിയുവാനും കേൾക്കുവാനും ബലപ്പെടുത്തിയ കർത്താവെ ദാസന യാത്ര കർത്താവെ വിശാലമാക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ബൗണ്ടറികളെ, അതിർത്തികളെ വിശാലമാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ നാഥാ നീ തുറക്കണമെന്ന് അങ്ങയോട് കർത്താവെ സഭയാ യാചിക്കുന്നു. കുടുംബമായി കർത്താവെ അനുഗ്രഹിച്ചാട്ട് ദൈവകൃപയിൽ കർത്താവെ നിർത്തിയാട്ട കർത്താവെ ദാസനെ കേൾപ്പിച്ച അനുഗ്രഹമായ കർത്താവെ ദൈവവചനത്തിനായി സ്തോത്രം. വിശ്വസ്തരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു വായിക്കുന്ന പ്രകാരം ഒരുമിച്ച് കർത്ത മുന്നേറുവാൻ നാഥാ നീയടിങ്ങളെ ഓ സഹായിച്ച കർത്താവെ. ഹല്ലേലൂയ. സൂസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആ സജീവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിക്കുമാരണമേ. ഒരു കർത്താവേ. ഹല്ലേലൂയ. ഒരു സമയത്ത് ദൈവശബ്ദം കേട്ടതാണ്, യേശുവിനെ അറിഞ്ഞതാണ് കർത്താവേ, പിന്മാറിപ്പോയിരിക്കുന്ന കർത്താവേ ക്ഷമിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ക്ഷമിക്കണമേ, ക്ഷമിക്കുമാറാകണമേ, രോഗങ്ങളൊക്കെ മാറ്റി വിരിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു ചാൻസ് ഉടപ്പച്ച കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ കല്ലുപോലെ ഹൃദയത്തെ ദൈവത്താകുന്ന ഹൃദയത്തെ കർത്താവ് നീ തണുപ്പിക്കുമാറാകണമേ, മെഴുകുപോലെ ഒരുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒന്നുകൂടെ കർത്താവേ പാദപീഠത്തിൽ കർത്താവേ. ഹല്ലേലൂയ. അഭയാചന കഴിക്കുവാൻ കർത്താവേ ക്രൂശുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ദൈവ വിടുതൽ പ്രാപിക്കുവാൻ ആ കുടുംബത്തെ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നാഥാ നീ സഹായിച്ചാട്ട് ശക്തീകരിച്ചാട്ട് കർത്താവെ. സൂസന്റെ കർത്താവേ. ഹല്ലേലൂയ. സിബിയോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അത്ഭുത പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുന്ന അടികൾ പൂർണ്ണമായി കർത്താവെ വിശ്വസിക്കുന്നു. മനുഷ്യമായി കർത്താവെ ചെയ്യുവാൻ പരിമിതിയുണ്ട് കർത്താവേ. ഹല്ലേലൂയ. എങ്കിലും പരിമിതി കൂടാതെ അളവ് കൂടാതെ കർത്താവേ ഹല്ലേലൂയ അവരെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. അപ്പച്ചാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. നാട്ടുകാരികളെ വാത്സല്യ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിക്കുമാറാകണമേ. മെൽവിനെ മേഴ്സി കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷിരിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഷൈജുക്കത്തെ യാത്രയിലായിരിക്കുന്നല്ലോ, സമാധാനത്തെ കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടുകാരി വാത്സല്യ കുടുംബങ്ങൾ സമാധാനത്തോടെ സന്തോഷമായിരിക്കും സഹായിക്കുമാറാകണമേ. യാതൊരു ഭാരങ്ങളോ പ്രയാസമൊന്നും കൂടാതെ സന്തോഷകരമായ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന
കർത്താവ് ഹോളിഡേ അവർ കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അപ്പച്ച സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ. സഭയാകുന്ന കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ. ദൈവകൃപ മുന്നേറുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേക കുടുംബങ്ങളെ എല്ലാ ഒഴിഞ്ഞ ചേറുകളും കർത്താവെ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനേകർ കടന്നു വന്ന കർത്താവെ, ആ ആലയത്തിൽ കടന്നു വന്ന വിടുതൽ പ്രാപിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ, പ്രതിസന്ധികളിൽ വിജയം നേടുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ, ഐക്യതയിലും സ്നേഹത്തിലും ഓടുന്ന ഒരു സഭയുണ്ടെന്ന്, ഒരു കൂട്ടപ്പെടുന്ന മനസ്സിലാക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവ് ദേശത്ത് നാഥാ നീ അയക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിവിടെ പൊട്ടി പുറപ്പെടുവാൻ നാഥാടിയങ്ങളെ ഒരു മുഖാന്തരമാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിലവിളിക്കുവാൻ, അതിനുവേണ്ടി കരയുവാൻ കർത്താവേ, ദേശാധിപതികളെ കീഴടക്കുന്ന ദൈവശക്തി അടിമ ദിവസങ്ങളിൽ പകരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. അതിൽ വിശ്വസിച്ച് മുന്നേറുവാൻ കർത്താവേ നാഥ നീ സഹായിച്ചാട്ട്. കർത്താവെ ജോലിക്ക് അന്വേഷിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ശിഷ്യസൈന്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ നാഥാ നീ തുറക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താൽ കാൽച്ചുൾ വയ്ക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ചില കർത്താവെ ദുർഘടങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴികളെ നിരപ്പാക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രജോപരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് മൂവ് ചെയ്യുവാൻ നാഥാ നീ സഹായിച്ചില്ല കർത്താവെ. അത്ഭുത വഴികൾ കർത്താവെ നാഥാ തുറക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പഠനകാര്യങ്ങള് ജീവിതത്തിന്റെ സമസ്ത മേഖല കർത്താവെ പൈതലെ സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട് കർത്താവേ ഹല്ലേലൂയ. അടികളെ സഭയിലെ കുടുംബത്തിലെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും സമാധാനവും സന്തോഷവും കർത്താവെ കൊടുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന വിദേശങ്ങളായിരിക്കുന്ന മാതാപിതാക്കൾ കർത്താവെ അവരെ സഹായിച്ചാട്ട്, ശക്തീകരിച്ചാട്ട് കർത്താവെ. സിഫാബി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കർത്താവെ ശാരീരിക പ്രയാസ വേദനകളും എല്ലാം വന്നെങ്കിലും കർത്താവെ ആരോഗ്യത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. മാതാപിതാക്കന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിബിന്റെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റിബിഷ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാൻ നാഥാ നീ സഹായിക്കുമാറാകണമേ. അങ്ങയുടെ ഒരു താമസിക്കുന്നെങ്കിൽ നാട്ടിൽ കടന്നു പോകുമ്പോൾ കർത്താവെ മാതാവിനെ ഹല്ലേലൂയ, ക്രിസ്തുവിനെ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ, അറിയുവാൻ കർത്താവെ ദാസനെ ശക്തീകരിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടികളെ കർത്താവ് എല്ലാ സൗരസ്വന്മാരെയും മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലരും വാർദ്ധക്യത്തിലായിരിക്കുന്നല്ലോ, ബലം കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, സന്തോഷത്തിലും സമാധാനത്തിലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചില വാത്സല്യ കുടുംബങ്ങൾ കർത്താവെ തീരാ വ്യഥകളാൽ മനോദുഃഖത്താൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. വ്യക്തികളുടെ കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഉള്ളിൽ ബലം നൽകി അവരെ ധൈര്യപ്പെടുത്താട്ട്, ശക്തീകരിച്ചാട്ട് തിരുക്കൃപയിൽ കർത്താവെ പൊതിഞ്ഞാട്ട കർത്താവേ ഹല്ലേലൂയ. അടികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ടല്ലോ, അടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവുണ്ടല്ലോ, അങ്ങിൽ പൂർണ്ണമായി അടിൽ വിശ്വസിക്കുന്നു. മനുഷ്യപുത്രന്മാരും പ്രഭുക്കന്മാരും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് വായിക്കുന്ന പ്രകാരം കർത്താവെ സമ്പൂർണ്ണമായി പീഡിതർക്ക് ഒരു അഭയസ്ഥാനമാണല്ലോ. അങ്ങേ അന്വേഷിക്കുന്നവരെ അവൻ തള്ളിക്കളയുന്നില്ല കർത്താവെന്ന് വായിക്കുന്ന പോലെ അടി പൂർണ്ണമായി കർത്താവെ അത് ഏറ്റെടുക്കുന്നു. അടി സഭയെ കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവകൃപ വ്യാപരിക്കുമാറാകണമേ. കർത്താവ് ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങ് പ്രസാദിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആധുനികമനുടേരവന കർത്താവെ എല്ലാ ശത്രുവിന്റെ പോരുകളുമേലും അടിയിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ബിൽഡിങ്ങിനെ സമർപ്പിക്കുന്നു കർത്താവ്. ഒരു ആരാധനാലയം കർത്താവെ അടിയിൽ സ്വന്തമായി കർത്താവെ കർത്താവേ ഹല്ലേലൂയ തരണമെന്ന് അങ്ങയോട് അടികൾ യാചിക്കുന്ന കർത്താവെ. അധികാരികളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. സമയലബ്ധി കൂടാതെ ആരാധിക്കുവാൻ ആരെയും ആവശ്യമാണ് കർത്താവെ. അടിയിൽ ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കർത്താവെ. വഴിയും വാതിലോ പശ്ചാത്തലി തുറന്നാട്ട് കർത്താവെ കുടുംബമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Hallelujah. Please be seated. Hallelujah. Praise God. Hallelujah. കർത്താവേ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Hallelujah. ചില പ്രാർത്ഥന വിഷയങ്ങൾ ഉപയോഗിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ തോമസ് ചാൻ്റെ ഒരു ഹല്ലേലൂയ ലാസ്റ്റ് പ്രൊസീജിയർ അത് കടക്കുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച വിഷയമായിരുന്നു ഒരിക്കലും കർത്താവെ ഹൃദയം തുറന്നൊരു ശസ്ത്രക്രിയ കൊടുക്കില്ലെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ദാസൻ്റെ ആരോഗ്യസ്ഥിതി അറിയാം. ഹല്ലേലൂയ. തുറന്നും കണ്ടിന്യൂ ആയി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഓർപ്പിക്കുന്നു. അതുപോലെ ജോളിച്ചാൻ നേരത്തെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രിയ ജോളിച്ചാൻ ശാരീരികമായ ക്ഷീണത്താൽ 2 ആഴ്ചയായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നടുവിന് വേനയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
പ്രത്യേകിച്ച് പൂർണ്ണ ആരോഗ്യം വന്നിട്ടില്ല. ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാസൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മരുന്നിനും മന്ത്രത്തിനുമെല്ലാം ഇത്രയേ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലാവുന്നിടയാണ്. ഹല്ലേലൂയ. ദൈവം തരുന്ന സൗഖ്യം, കഴിക്കാത്ത മരുന്നുകളില്ല, ചെയ്യാത്ത ട്രീറ്റ്മെൻ്റ് ഇല്ല. ദൈവം സൗഖ്യം തന്നാലേ പൂർണ്ണ സൗഖ്യമാകുകയുള്ളൂ. ബാക്കിയെല്ലാം ഒരു പരിധിക്കപ്പുറം മാത്രമേ ചെല്ലുകയുള്ളൂ. ദാസൻ്റെ കുടുംബത്തെ ഓർത്തും പ്രത്യേകാൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ബ്രീഫ് അനൗൺസ്മെൻറ്റ്. BBS അറിയാമല്ലോ. ഞാൻ വാത്സല്യ സിസ്റ്ററെ വിളിച്ചിരുന്നു. ഷി വിൽ കം ബാക്ക് ടു മീ വെരി സൂൺ ഫ്രം അയർലൻഡ്. ഹല്ലേലൂയ. ഈ ആഴ്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. പ്രഭാതത്തിൽ പ്രിയ ഷൈജുവിൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും പ്രാർത്ഥന. പ്രിയ സഹോദരൻ തന്നെയുള്ളല്ലോ. ഭവനത്തിൽ വെച്ചായിരിക്കും പ്രാർത്ഥന. രാവിലെ 11 മണി മുതൽ 2 മണി വരെ. വൈകുന്നേരത്തെ പ്രാർത്ഥന എവിടെയാണെന്ന് ഞാൻ ഉടനെ ഈ ആഴ്ച ഇന്നും നാളെയും മെസ്സേജ് ഇടുന്നതായിരിക്കാം. ഒരു ഭവനവും ഒത്തു വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. എങ്കിലും മറ്റുള്ള ഭവനം നടക്കുന്നത് എനിക്കൊരു സന്തോഷമാണ്. അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പുനലൂർ ബദൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ശമലൂട്ടി സാറാണ്. ഒരുപക്ഷെ അറിയായിരിക്കും. 1-2 തവണ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് വചനം ശുശ്രൂഷിക്കുന്നത്. ദൈവവചനപരമായ ഒത്തിരി അല്ലെങ്കിൽ അനുഭവങ്ങളുള്ള കർത്താവിൻ്റെ ദാസനാണ്. നിങ്ങൾ പ്രത്യേകം കടന്നു വരണമെന്നും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കണമെന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. BBSൻ്റെ കാര്യങ്ങൾ ഇന്നലെ ഒരു ബ്രീഫ് മീറ്റിംഗ് ഇന്നലെ ഓൺലൈനിൽ ചെയ്യുന്നതിനിടയായി എൻ്റെ കാര്യങ്ങൾ തുടർന്നും സഭയായി ദാസൻ പറഞ്ഞതുപോലെ ഒരുമിച്ച് നമുക്ക് മുന്നേറണം. ഹല്ലേലൂയ. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുന്ന എല്ലാവരും ഒന്ന് അവധിയെടുക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒക്ടോബർ 31 നവംബർ 1. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. എനി മോർ അനൗൺസ്മെൻറ്റ്? ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ട്രിപ്പ് വിജയകരമായി നടന്നല്ലോ. അതിൻ്റെ ഫുൾ കണക്ക് വിവരങ്ങൾ ഫോളോയിങ് വീക്കോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വീക്കോ പ്രിയ ബിബിനെ അത് അവതരിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അല്പസമയം ദൈവ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ കൊടുക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് സന്തോഷം തന്നോ? നമുക്ക് തന്നില്ലയോ? സന്തോഷം തന്നു. പ്രയാസം കടന്നു വന്നു. എന്നാൽ ദൈവം അതിൽ നമ്മെ ശക്തീകരിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാസൻ കേൾപ്പെടുന്ന നല്ല സന്ദേശത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലൂടെ ഓടിയ ഒരു ചിന്തയായിരുന്നു ഹല്ലേലൂയ ദാസൻ പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിലിരിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ബുക്ക് ഓഫ് ജെറമിയ ഹല്ലേലൂയ 7:23 ആർക്കും വായിക്കാം. ബുക്ക് ഓഫ് ജെറമിയ. ഹല്ലേലൂയ. യെസ്. ആമേൻ. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ നടക്കുവീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. മതി. ആവർത്തന പുസ്തകം 5:33. യെസ്. ആമേൻ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരു വാക്യം കൊണ്ട് അവസാനം വായിക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ. deuteronomy 5:33 പറയുകയാണ്. എന്താണ് വായിക്കുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾ നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശം ദീർഘായുസ്സോടെ നിങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം എല്ലാ വഴികളും. വളരെ സന്തോഷമായി തോന്നി. 2 വാക്യങ്ങളും ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. നിങ്ങൾ നന്നായിരിക്കണം. ഇതൊക്കെ മനസ്സിലാവുന്നല്ലോ. ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ നന്നായിരിക്കണം. എല്ലാ മേഖലകളിലും യൂണിറ്റ് പ്രോസ്പർ. ഹല്ലേലൂയ. ദൈവം നമ്മൾ വെച്ചിട്ടുള്ള എന്താ? ഭൗതിക നന്മകളാലും ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മൾ നിറയപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് എല്ലാ വഴികളും നന്നായിരിക്കും. ഇത് സിമ്പിൾ. പക്ഷെ അതിനുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവൻ്റെ കൽപ്പനകളെ
നമ്മൾ പ്രമാണിക്കണം. സ്തോത്രം. ദൈവം തന്റെ ജനത്തെ വിളിച്ചു വരുത്തിയത് തന്റെ ജനത്തെ ആരാധിക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി അല്ലേ? തൻ്റെ വഴികളിലെല്ലാം എന്താ കാണിച്ചേ? ദുശാഠ്യമുള്ള ഒരു ജനമായിരുന്നു, മറുതലിച്ച് നിൽക്കുന്ന ഒരു ജനമായിരുന്നു. തന്ന നന്മകളെ ഒരു നിമിഷം കൊണ്ട് മറന്നു പോകുന്ന ജനങ്ങളായിരുന്നു. ഇതെല്ലാം ദൈവം ഓർക്കാതെ വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നുകൂടെ അവരെ റിമൈൻഡ് ചെയ്യിക്കുകയാണ്. നിങ്ങൾ നന്നായിരിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ച് നടക്കണം. എല്ലാ വഴികളിലും, ശകല വഴികളല്ല, സർവ വഴികളും. ദാറ്റ് മീൻസ് wherever you go, whatever you do. ഏത് ജോലി ചെയ്താലും, എവിടെ പോയെന്ന് പറഞ്ഞാലും, ഏത് മേഖലയിലാണ് നമ്മുടെ യാത്രയെങ്കിലും നിങ്ങൾ നന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ there is one condition, ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കണം. ഈ വചനം തന്നെ ജെരമ്യ പുസ്തകത്തിലേക്ക് മടങ്ങുമെന്ന് വീണ്ടും പറയാണ്, നിങ്ങൾ നന്നായിരിക്കണം. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങൾ മറന്നു പോകുന്ന കർത്താവല്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ വാഗ്ദത്തങ്ങൾ ഇസ് എ ഷോർട്ട് ടൈം പീരീഡ്, പിന്നെ അങ്ങനെ പറഞ്ഞതുപോലും ഓർക്കാറില്ല. അഥവാ റിമൈൻ ചെയ്യിച്ചാൽ പറയും അബദ്ധത്തിൽ അങ്ങ് വന്നുപോയെന്നേ പറയാറുള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല. ശലോമോൻ എന്താ പറയുന്നത്? തൻ്റെ ആലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ വാക്കുകളെ സൂക്ഷിക്കുക, സ്വപ്നങ്ങളുടെ ബാഹുല്യത്തിൽ അറിയാതെ വന്നുപോയെന്ന് നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. അത് മനുഷ്യമായ സഹജം. അബദ്ധത്തിൽ വന്നു പറയാൻ പാടില്ലെന്ന് നമ്മളെ വാൺ ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് സ്ഥിരം നിലനിൽക്കുന്നതാണ്, നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുന്നതാണ്. ഒരുപക്ഷെ ദൈവം തൻ്റെ മറുതലിച്ച് ജനങ്ങളെ വേണമെങ്കിൽ കൂട്ടത്തോടെ നശിപ്പിക്കാമായിരുന്നു. കാരണം ദൈവം ദീർഘക്ഷമയുള്ള കർത്താവാണ്, ക്ഷമിക്കുന്ന കർത്താവാണ്. നാൾതോറും നമ്മുടെ കുറ്റങ്ങളെ കണക്കിടാതെ നന്നായിരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന കർത്താവാണ്. പക്ഷെ വൺ കണ്ടീഷൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ മറുതലിച്ചു പോകാൻ പാടുള്ളതല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്വർഗീയ പറുദീസയിൽ കൊണ്ടെത്തിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ആ സ്വർഗസ്യയിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവം കിടന്ന് പണിപ്പെടുക, നമ്മളെ നന്നാക്കിയെടുക്കാൻ. ഏത് വിധേന ഇവനെ ഗുണപ്പെടുത്താം. കാരണം അവൻ്റെ ലിസ്റ്റുള്ള വ്യക്തിയാണ്. അവനെ ലിസ്റ്റുള്ള വ്യക്തിയെ എങ്ങനെ ഗുണപ്പെടുത്തിയെടുക്കാം? എത്ര നാള് ഇവൻ പാപം ചെന്നാലേ ദൈവം അവൻ നമ്മളെ പിന്തുടർന്ന് നന്നാക്കി എടുക്കുവാൻ ദൈവം ശ്രമിക്കുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് അവൻ്റെ വാണിങ്ങുകളെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടുള്ളതല്ല. അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിച്ച് നിൽക്കുവാണെങ്കിൽ താപ്പോട്ട് വായിക്കുകയാണ്, നിനക്ക് ദീർഘായുസ് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. 91 സംഗീതം എന്താണ് മോശെ എഴുതിയത്? സാറ്റിസ്ഫൈ വിത്ത് ലോങ് ലൈഫ്. ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി തരുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ തുടക്കം ഹല്ലേലൂയ വളരെ കഷ്ടത്തിൽ കടന്നുപോയെങ്കിലും അവസാന അധ്യായത്തിൽ അവസാനിപ്പിക്കുക, അവൻ കാലസമ്പൂർണനായി അനുഗ്രഹം പ്രാപിച്ചു, പെൺമക്ക് മോഹരി കൊടുത്ത് പിതാക്കന്മാരോട് ചേർന്നു. ദൈവം നമുക്കിതെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കിട്ടാതിരിക്കാൻ കാരണം നമ്മുടെ റിബലിയസ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. സ്തോത്രം. മറുതലിച്ചിരിക്കുന്ന തലമുറകളെ ദൈവം പലപ്പോഴും പനിഷ്മെന്റ് ചെയ്യാറുണ്ട്. എന്നാലും മഹാകരുണയോടെ ചേർത്തുകൊള്ളും. എന്താണ് പറയുന്നത്? ആമേൻ, ഹല്ലേലൂയ. അവന്റെ കോപം ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ, എന്നാൽ അവന്റെ സ്നേഹമോ ജീവപര്യന്തം നമ്മളെ വഴി നടത്തുന്ന കർത്താവാണ്. ഈ സഭയോട് പറയാനുള്ളത്, നമ്മൾ നന്നായി കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ല റോണി? ദൈവത്തിന് റോണിയെ കുറിച്ച് പറയുന്നു, റോണി നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ കുടുംബങ്ങളും നന്നായി കാണണമെന്നുള്ളൂ. ഓരോ വ്യക്തികളും ദൈവകൃപയിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. തിരുവൻ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാണ്, സ്നേഹമുള്ള കർത്താവാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ our duty to reply back. Every action equal and opposite reaction. യാക്കോബിന്റെ യാത്ര എങ്ങനെയായിരുന്നു? യാക്കോബിന്റെ യാത്ര ബേർശേബയിൽ ഹാരാനി പോയപ്പോൾ തലയാണ് വെച്ച് കിടന്നുറങ്ങി. അവൻ സ്വപ്നം കണ്ടു. തിരിച്ചെന്താ ചെയ്ത്? സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പോയോ? ദൈവത്തിന് നന്ദി കരയേറ്റി. ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് കരുതി തലയണയായിരുന്ന കല്ലെടുത്ത് വെച്ച് ധൂപം കാട്ടി ആ സ്ഥലത്തിന് പേര് മാറ്റിയിട്ടാണ് പോയത്. സ്തോത്രം. അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തി, ദൈവീയ വാഗ്ദത്തം ഒന്ന് ഓർമ്മപ്പെടുത്തി. നിന്നെ ഞാൻ മറന്നു കളഞ്ഞിട്ടില്ല,
നിന്റെ വല്യപ്പച്ചനോട് പറഞ്ഞത് ഞാൻ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. അവന്റെ യാത്രയിൽ ഒരുപക്ഷെ അവൻ ദുഃഖിച്ച് കണ്ടേക്കാം. നിന്റെ എന്റെ വാഗ്ദത്തം എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് യാക്കോബ് ആഗ്രഹമുണ്ട് യാക്കോബ് നന്നായിരിക്കണമെന്ന്. സ്തോത്രം. നന്നായി നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് ആഗ്രഹമുണ്ട്. യു മസ്റ്റ് പ്രോസ്പർ എവറി ഏരിയ, നോട്ട് ഇൻ വൺ പ്ലേസ്. അൾട്ടിമേറ്റ് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മൾ നിറയപ്പെടാൻ വേണ്ടി. എങ്കിൽ മാത്രമേ മറ്റുള്ളത് പലതും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മളില്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയില്ല. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ദാസനോട് പറഞ്ഞ അതേ വാക്യത്തിലേക്ക് യെശയ്യാ പ്രവൃത്തി വരികയാണ്. 41:5 ആരെങ്കിലും വായിച്ചാൽ ഹല്ലേലൂയ. ഐ ബിലീവ്. ഹല്ലേലൂയ. 41:5 ഐ ബിലീവ്. ഹല്ലേലൂയ. യെസ് കണ്ടിന്യൂ. യെസ്. ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി കൂട്ടി വിളക്കുന്നതിന് ഭംഗിയായി എന്ന് പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണി കൊണ്ട് ഉറപ്പിക്കുന്നു. മതി. മോർ ദാൻ എനഫ്. ദൈവം ആദ്യം പറഞ്ഞു നമ്മൾ നന്നായിരിക്കേണ്ടതിന് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കണം. അങ്ങനെ പ്രമാണിക്കുന്ന മനുഷ്യന്മാരുടെ ഗുണം എന്താ? പരസ്പരം ധൈര്യപ്പെടുത്തുന്നവരായി തീരണം. ഇവിടെ പറഞ്ഞല്ലോ, മതിലിന് പൊക്കം കുറഞ്ഞെങ്കിൽ കൂടുതൽ ആളുകളെ നിർത്തി. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? എൻകറേജ് അതേഴ്സ്. അന്യോന്യം ഭാരങ്ങളെ ചുമക്കുക, അന്യോന്യം ധൈര്യപ്പെടുത്തുക, അന്യോന്യം സഹായിക്കുക. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഒരു എയിം എന്ന് പറയുന്ന ആസ് എ ക്രിസ്ത്യൻ, ആസ് എ ട്രൂ ബിലീവർ ഈസ് അൾട്ടിമേറ്റ് എയിം. ഹെൽപ്പ് ഈച്ച് അതർ, ലുക്ക് ആഫ്റ്റർ ഈച്ച് അതർ. ആമേൻ. ഇവിടെ പറഞ്ഞ പല ജോലികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ജോലികളൊന്നും പരസ്പരം യാതൊരുമായി ബന്ധമില്ലാത്തവരാണ്. സ്വർണം ഉണ്ടാക്കുന്നവനും കൂടം തല്ലുന്ന ബ്ലാക്ക് സ്മിത്തും ഗോൾഡ് സ്മിത്തും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു പരസ്പരം ധൈര്യപ്പെടുത്തി. ചർച്ചയോട് ഞാൻ പറയുന്നു, നമ്മൾ പരസ്പരം ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം. സ്നേഹത്തിലൂന്നി ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം. ആർക്ക് ക്ഷീണം വരുമ്പോൾ അവരെ സഹായിക്കുന്നവരായി തീരണം. ഇവിടെ പറയായിരുന്നു അന്യോന്യം അവർ ധൈര്യപ്പെടുത്തി. അവർ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു, ക്ഷയിച്ചിരിക്കുകയായിരുന്നു, മനോബദ്ധയിലായിരിക്കുമായിരുന്നു. വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവരായിരുന്നു, വ്യത്യസ്തമായ ശമ്പളം വാങ്ങുന്നവരായിരുന്നു, വ്യത്യസ്തമായ ടൈറ്റിൽ ഉള്ളവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ നാമത്തിൽ കടന്നു വന്നപ്പോൾ അവർ ജോലിയും ടൈറ്റിലും വാങ്ങുന്ന ശമ്പളവും പ്രസ്റ്റീജുകളും എല്ലാം മാറ്റിവെച്ച് അവർ പരസ്പരം ധൈര്യപ്പെടുത്തവരായി തീരുന്നു. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ചർച്ച് എന്ന് പറയുന്നത്. ചർച്ച് എന്ന് പറയുന്നത് ഫോർ എ ട്രഡീഷണൽ ഒരു ഫംഗ്ഷനായിട്ട് വന്ന് പോകുന്നതല്ല. ചർച്ച് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും മസ്റ്റ് ബി ആക്റ്റീവ്. ഹല്ലേലൂയ. സൺഡേ വന്ന് ആരാധിക്കുന്നത് മാത്രമല്ല, പാർട്ട് ഓഫ് വർഷിപ്പ്, വണ്ടർഫുൾ. ചർച്ച് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ദൈവം പറഞ്ഞ പ്രകാരം നമ്മൾ ആക്റ്റീവായിരിക്കണം. പരസ്പരം നമ്മൾ സഹായിക്കുന്നവരായി, സ്നേഹിക്കുന്നവരായി മുന്നേറുവാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിക്കുക. നമുക്ക് ടൈറ്റിൽ ഉണ്ടല്ലേ? എന്താ, ഓരോ ടൈറ്റിലും ഒരു ജോലിയുണ്ട്. മാനേജറുടെ ജോബല്ല തൂപ്പുകാരൻ്റെ ജോലി എന്ന് പറയുന്നത്. തൂപ്പുകാരൻ്റെ ഒരു സ്വീപ്പർ ഒരു ടൈറ്റിലുണ്ട്, അവൻ മാനേജർ പണി ചെയ്തില്ല. എന്താ റൈറ്റ്? സെക്ഷൻ ലീഡർക്ക് ജോലിയുണ്ട്, സെക്ഷൻ ലീഡർ പണിയാണ് ചെയ്യുന്നത്. നമ്മുടെ ടൈറ്റിൽ എന്താ? വാട്ട് ഈസ് അവർ ടൈറ്റിൽ? രക്ഷിക്കപ്പെട്ടു, ചിൽഡ്രൻ ഓഫ് ഗോഡ്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ടൈറ്റിൽ നമ്മൾ നിർത്താൻ പാടില്ല. വി മസ്റ്റ് ഇത് പ്രാക്ടിക്കൽ. തിയറിറ്റിക്കലായിട്ട് നിർത്താനുള്ളതല്ല നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ ജോലി എന്ന് പറയുന്ന ടൈറ്റിൽ അനുസരിച്ച് അവർ ജോലി ചെയ്യാറുണ്ട്. വിത്ത് മാനേജർ ഹി ഡസ് മാനേജർ ജോബ്. ഐ എം റൈറ്റ്? ക്ലീനർ ആണെങ്കിൽ ക്ലീനർ ജോബ് ചെയ്യും. ദൈവമക്കളെ സംബന്ധിച്ച് നമുക്കൊരു ടൈറ്റിലുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത്. ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ ആയിരിക്കണം, നന്നായിരിക്കണം. നമ്മൾ നന്നായി കഴിയുമ്പോൾ മറ്റുള്ളവരെ നന്നാക്കാനും ശ്രമിക്കുന്നവരായി തീരണം. മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരായി തീരണം. അതിന് വെരി സിമ്പിൾ ആൻഡ് ഷോർട്ട് മെസ്സേജ്. ദാസൻ പറഞ്ഞതിൻ്റെ അനുവർത്തിച്ചു പോവുകയാണ്. സഭ ധൈര്യപ്പെടുത്തി മുന്നേറിയെങ്കിൽ മാത്രമേ മറ്റുള്ള ധൈര്യം കിട്ടുകയുള്ളൂ. ഒരു വിഷയം ധൈര്യം ക്ഷീണിച്ച് അവർ ചോർന്നു പോയി പോകാൻ പാടുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിളിക്കപ്പെട്ട ദൈവമക്കളാണ്. ആരും ക്ഷീണം കൊണ്ടും ആമേൻ പോകാൻ പാടുള്ളതല്ല. നമ്മൾ ചേർത്തണയ്ക്കേണ്ടവരാണ്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കും പോലെ. ഹല്ലേലൂയ. ശത്രു കാണാതെ മറയ്ക്കുന്ന കണ്ടിട്ടില്ലേ?
അതുപോലെ ക്ഷീണമുള്ളവരെ, പ്രയാസമുള്ളവരെ നമ്മൾ ചേർത്തി അണയ്ക്കുന്ന കള്ളക്കൊഴികളായി നമ്മൾ മാറണം. ഓരോ കുടുംബങ്ങളും അതിനുവേണ്ടി എഴുന്നേൽക്കണം. അവിടെയാണ് ദൈവിക പ്രസാദം ചൊരിയുന്നത്, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്, അവിടെയാണ് ഹെർമോനിയം മഞ്ഞു വീഴുന്നത്, അവിടെയാണ് ശാശ്വതമായ അനുഗ്രഹം. ഈസ് എ പെർമനന്റ് ബ്ലെസ്സിംഗ് എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വസിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സമയമായി. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഹല്ലേലൂയ. The God called us for the certain purpose. We must understand എന്തിനാണ് ദൈവനെ വിളിച്ചത്. Why God called? Why? What is the reason? There is a purpose. We must understand what is purpose. Hallelujah. ഒരുപക്ഷെ സഹായിക്കാൻ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ സുവിശേഷം പറയുവാൻ ദൈവം വിളിച്ചിരിക്കുകയാണ്. രോഗികളെ ചെന്ന് കാണുവാൻ ഹല്ലേലൂയ ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുകയാണ്. പരസ്പരം സ്നേഹത്തിൽ വേരൂന്നണം, ആഴത്തിൽ വേരൂന്നണം. യേശുവിന്റെ സ്നേഹത്തിൽ ആഴത്തിൽ വേരൂന്നി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. വെറും മരമായിരുന്നു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാറില്ല, അല്ലേ? എത്രയോ മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒന്നും കായ്ക്കരുത്, വലിയ തടിയാ, മനോഹരമായ ഇലകളുണ്ട്. ഹല്ലേലൂയ. ആരും തിരിഞ്ഞു നോക്കാറില്ല, ഒരു കല്ല് പോലും എറിയാറില്ല. എന്നാൽ ഫലഭൂഷ്ടമായ ഫലങ്ങൾ നോക്കിയേ, നമ്മൾ ചാടി കയറി പറിച്ചതിലെ ഫലങ്ങൾ തിന്നാറുണ്ട്. ഇവിടെ ഫാമിൽ പോകാറില്ലേ? എത്രയോ മനോഹരമായ മരങ്ങൾ നിൽക്കും, നമ്മൾ തൊടുത്തു കുറവില്ല. എന്നാൽ ഉയരം കുറഞ്ഞ ചെറിമരം പൂത്ത് പഴുത്തി നിൽക്കുമ്പോൾ ഓടിച്ചെന്ന് ഓരോ നമ്മൾ പറിച്ചെടുക്കും. ഇതുപോലെ ആയിരിക്കണം ഓരോ കുടുംബങ്ങളും. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കുടുംബങ്ങളായി നമ്മൾ തീരണം. ശണ്ഠകളും കലഹങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്, നമ്മുടെ കുറവശങ്ങളെ ഓർക്കാത്ത ദൈവമാണ്, നമ്മുടെ തെറ്റുകളെ മനഃപൂർവ്വമായി മറന്നു കളഞ്ഞ കർത്താവാണ്, അകൃത്യങ്ങൾ കണക്ക് വയ്ക്കാത്ത കർത്താവാണ്. ആ ദൈവത്തെ എത്രയും സ്നേഹിച്ചാൽ മതിയാവും. ഹല്ലേലൂയ. ആസ് എ ചർച്ച് എൻകറേജ് അതർ. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു സ്നേഹത്തിൽ മുന്നേറുവാൻ. വിശ്വസിച്ചൊരു കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അവർ ഒരുമിച്ച് കൂടി അവർ രാജ്യങ്ങളെ കീഴടക്കി. ഹല്ലേലൂയ. ദേശങ്ങളെ കീഴടക്കി ദേശാധിപതിമേൽ വാണു, അവരെ കൊണ്ട് അത്ഭുതം ചെയ്യിച്ചു. ഹല്ലേലൂയ. ഒരിക്കലും നടക്കില്ലെന്ന കാര്യങ്ങൾ അവർ ഐക്യതയുടെ മുന്നേറിയപ്പോൾ പല മതിലുകളും ഇടിഞ്ഞു വീണു. ഹല്ലേലൂയ. 7-ാം ദിവസം അവർ ആർപ്പിടിനെ കുറിച്ച് വായിക്കാറില്ലേ? 6 ദിവസം ഊതിയില്ല. 6 ദിവസം ഊതാണ് കാഹളമായിട്ട് നടന്നു. ദാറ്റ്സ് കോൾഡ് ദ പ്രിപ്പറേഷൻ. ഊതുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഐക്യതയിൽ നമ്മൾ ഹല്ലേലൂയ കാഹളമായി നടക്കുകയാണ്. ഹല്ലേലൂയ. അവരൊരുമിച്ച് ആർപ്പിട്ടപ്പോൾ ഒരിക്കലും വീടില്ല എന്ന മതിൽ ഇടിഞ്ഞു വീണു. നമ്മുടെ മുമ്പിലും അനേകമായ മതിലുകൾ ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ ഒരുമയോടെ ഐക്യതയോടെ നമ്മൾ ആർപ്പിടുന്നുവെങ്കിൽ എല്ലാ വൻമതിലും താഴെ വീഴും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്നായി നടക്കുവാൻ, ഒരു മേഖലകളും ക്ഷീണിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈസ് എ വിക്ടോറിയസ് ലൈഫ്. വിജയകരമായ ജീവിതമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. മറുതലിച്ച് റിബലീസായി നിന്ന് അനൈക്യതയോടെ നടന്ന് ഹല്ലേലൂയ അത് നശിപ്പിച്ചു കളയരുത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരുമയുടെ ദേശങ്ങളെ കീഴടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവർക്ക് തോമസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാണ്. ഹല്ലേലൂയ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയ്ക്കായി സ്തോത്രം, കേൾക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, ഈ സഭയെ അനുഗ്രഹിക്കണമേ, ദേശത്തെ വളർത്തണമേ, ഈ സീറ്റ് മുഴുവനും നിറഞ്ഞു കവിയാൻ പരിശുദ്ധാത്മാവിൽ ആരാധിക്കാൻ ഇടയായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകൾ കേൾക്കണമേ ദൈവമേ. മനസ്സൽ ഭൂടയമാവുന്നത പരനെ
സർവസാലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാഥേശ ക്രിസ്തുവിന്റെ കൃപയും വീണ്ടെടുപ്പിന്റെ രക്ഷയും, നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി കാലവും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ഹല്ലേലൂയ. I lost before you go, just don't go. Last when one more session, I was waiting for that. I would like to invite you, the Malini, Atmiga, and Sul will come forward. They completed 10 years and successfully married life. It was the last week, but last week so busy. മറന്നില്ലായിരുന്നു. ഹല്ലേലൂയ. മുമ്പോട്ട് കടന്നു വന്നാട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു ആത്മിക ജോർജ് കാനിക്കോൾ ആത്മിക ആത്മിക. ഹല്ലേലൂയ. Praise ye God. Hallelujah. ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. Praise ye the Lord. Hallelujah. They completed 10 years success family life. ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്നൊരു വാഗ്ദത്തം എന്ന് പറയുന്നത് എലിസബത്തും സക്രിയാവും അവരെ ഒരു പോയിന്റ് ഉണ്ട്. ഇരുവരും ഏക മനസ്സുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരുമായിരുന്നു. അത് പ്രമാണിക്കണമെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, എങ്കിലും കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരായിരുന്നു. 10 വർഷം നിങ്ങളെ ദൈവം നടത്തി. ഇനിയും കർത്താവിന് ഒരു താമസിക്കുന്നുവെങ്കിൽ ദൈവത്തെ പ്രകാരം മനസ്സ് മുന്നേറുവാൻ സഭയ്ക്കൊരു തണലായി, തൂണായി, കുടുംബങ്ങൾക്ക് ആശ്വാസമായി, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുന്ന കുടുംബമായി തീരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രമടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ സുൽബ്രനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത കുടുംബജീവിതത്തിനായി സ്തോത്രം. അനേക കുടുംബങ്ങൾ ശിഥിലമായി പോകുമ്പോൾ, കർത്താവെ സെപ്പറേഷനായി പോകുമ്പോൾ, കർത്താവില്ല അടിയങ്ങൾക്ക് ലഭിച്ച നല്ല കുടുംബബന്ധത്തിനായി സ്തോത്രം. അവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവകൃപ നിറയ്ക്കുമാറാകണമേ. ജോലിയിൽ കർത്താവ് അഭിവൃദ്ധി കൊടുക്കുമാറാകണമേ. കർത്താവ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഭൗതിക നന്മകളാലും ആത്മീയ അനുഗ്രഹങ്ങളാലും അവരെ നിറച്ചാട്ട്. കർത്താവ് ഇരുവരും ഏക മനസ്സുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരുമായിരിക്കുന്നു വായിക്കുന്ന പ്രകാരം അവരെ നിറച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ശക്തീകരിച്ചാട്ട്. സർവ്വമേശ ക്രിസ്തുനാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. God bless you. Hallelujah.